വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഡിസയർ എന്നുള്ള സ്റ്റോറി ഗെയിമാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു, അതിന് സോറി ഗൈസ്, എക്സാമും ഇതൊക്കെ ആയിരുന്നു, അത് കാരണമാണ് ഗൈസ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം, ഈ സീരീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. സോ ടു ദ എൻട്രോ. സോ ഗൈസ് നമ്മൾ ഗെയിം സെറ്റാണ് ഗൈസ്. 1992. കഥ നടക്കുന്നത് 1992 ഗൈസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആണല്ലോ, നൈസ്. Dear fellow traveler, I am so happy to meet you and to travel with you along this rocky path to let a surprising story unfold. Do not be too quick to judge, at least not before you know how it ends. The story is both rough and delicate, as repulsive as it endearing, melancholy and joyful. But most of all, it is a tale that deeply human and profoundly singular. So let me introduce this young colorblind boy who from birth is only perceived the world in black and white. അത് കാരണം black and white. Colors to him are abstract as faith to atheist. Yet they plague his dream night and day. The boy's name is Desire and his life path will surely surprise you. But enough chit chat. Go and find out for yourself. So guys, നമ്മൾ കഥ തുടങ്ങി guys. I should read the spell again. Okay. അപ്പോൾ നമ്മുടെ കഥയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോയ്ക്ക് എന്താ പറയുക, I am not in a mood to walk on the beach. I have to perform this magic so that my feelings are returned. I see no other way to change the hand I've been dealt. I will not leave until I have gone through with this. So guys, നമ്മുടെ ഈ ചെക്കൻ്റെ പേര് ഡിസയർ എന്നാണ്. ഇവരാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ. സോ ഇവനെ എന്താ പറയുക ബുക്ക് ഓഫ് സ്പെൽസ് വായിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ സ്റ്റോറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, കാരണം ഈ ചെക്കൻ കളർ ബ്ലൈൻഡ് ആണ് ഗൈസ്, അത് കാരണമാണ് ആദ്യം വായിക്കുന്നത്. സ്പെൽ ടു മേക്ക് എനിവൺ ഫോൾ ഇൻ ലവ്. മേക്ക് എ വുഡൻ ബോക്സ്. റൈറ്റ് ഇൻ ദ നെയിം ഓഫ് യുവർ ലവ്ഡ് വൺ ഓൺ എ എഗ്. Please place the egg inside the wooden box and bury the box from the sunlight for a month. സോ ഗൈസ്, ഇവൻ വായിക്കണത് എന്താ പറയുക, ഒരു സ്പെല്ലാണ്. എന്താണെന്നറിയില്ല എനിക്ക്, സ്പെല്ലാണ് ഗൈസ്. ഇവന് ഒരാളായിട്ട് സ്നേഹത്തിലാവാനുള്ള സ്പെല്ലാണ് ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഒരു പെട്ടിയിൽ ഒരു മുട്ടയിൽ ഇവന് ഇഷ്ടമുള്ള ആളുടെ പേര് എഴുതിയിട്ട് എടുത്തു വയ്ക്കാനാണ്. അതേ ആ വീടിനുള്ളിൽ നിന്ന് എനിക്ക് 2 ടൂൾസ് കിട്ടി, ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്ത് നോക്കിയതായിരുന്നു. സോ ഗൈസ്, അങ്ങനെയാണ് ഞാൻ ആ വീടിനുള്ളിൽ കയറാൻ പറ്റുമെന്ന് നോക്കിയത്. അപ്പോൾ ടൂൾസ് കിട്ടി ഗൈസ്, നൈസ്. ആവശ്യം വരുന്ന വിചാരിക്കണം. ഇനിയിങ്ങനെ ടാപ്പ് ചെയ്ത് കളിക്കുന്നതാണ് ഗൈസ്. അവിടെ ഒരു ക്രാബ് ഉണ്ടായി, ഞാൻ തൊട്ട് നോക്കിയതാണ്. പേടിച്ചു എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവനാകെ ഡിപ്രസ്ഡ് പോലെയാണ് ഗൈസ്. ഇവൻ കളർ ബ്ലൈൻഡ് ആയ കാരനാണ് തോന്നുന്നു. കളർ ബ്ലൈൻഡ് ആയ കാരനാണ് ഇതെല്ലാം എന്താണ് ലോകം കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരിക്കുന്നത് ഗൈസ്. നമ്മളവിടെ നിന്നൊരു പാൻ എടുത്തു ഗൈസ്. ആ ബോർഡിൻ്റെ അവിടെ ഒരു പാൻ ഉണ്ടായിരുന്നു. ആ ബോർഡിൻ്റെ അവിടെ നമുക്കൊരു പാന് കിട്ടി. പിന്നെ ടൂൾസ്, പിന്നെ സ്പെല്ല്, പിന്നെ ഒരു സ്നാക്കാണ് ഗൈസ്. കണ്ടില്ലേ, സ്നാക്കാണ്. അവന് തിന്നാൻ കൊടുക്കാം. വേണ്ടാന്നാ പറയണേ. പാന് ഹാമറും അത് പറ്റില്ല, വേണ്ട. അപ്പോൾ നമുക്ക് ആ ബോട്ടിൻ്റെ അടുത്ത് പോകാം. ബോട്ട് ഉണ്ട് അവിടെ, നമുക്ക് ആ ബോട്ടിൻ്റെ അടുത്ത് പോകാം ഗൈസ്. ബോട്ട് ചിലപ്പോൾ നമുക്ക് ആ പലക കിട്ടും തോന്നുന്നു. I don't think it's just a state to float. It's in a state to float. If I had friends, we could fix it and sail away. Discover new horizons. ചെക്കന് ഫ്രണ്ട്സ് ഒന്നുമില്ല തോന്നുന്നുണ്ട്. ഡിപ്രഷനെ തോന്നുന്നു. ആങ്കർ ചിക്കി ഗൈസ്. ഇറ്റ് മസ്റ്റ് വെയിറ്റ് എ ടൺ. നമുക്കത് എന്തെങ്കിലും ഉപകാരമൊന്നുമില്ല ഗൈസ്. മസ്റ്റ് വെയിറ്റ് എ ടൺ തന്നെയാണ് പറയണത്, വേറെ ഒന്നും പറയണില്ല ഗൈസ്. അവിടെ ഒരു ബോർഡുണ്ട്. ബോർഡ് എടുക്കാം. നമുക്ക് ബോർഡ് കിട്ടി ഗൈസ്, അത് നൈസായി. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഒരു എന്താ പറയുക, പെയിൻറ്റിങ് പോലുള്ള ഒരു അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് പോലത്തെ ഒരു ആർട്ടാണ് ഗൈസ്. പ്രത്യേക ആർട്ടാണ് ഗൈസ്. ഒരു ഹോളുണ്ട് ഗൈസ്. ഒരു കുട്ടി എന്താണ് സാൻഡ് കാസൽ ഉണ്ടാക്കാൻ വേണ്ടി ഡഗ് ചെയ്തതെന്ന് പറയുന്നുണ്ട് ഗൈസ്, തോന്നുന്നുണ്ട് അതുപോലെ. സ്പേഡ് ടെംപ്റ്റിങ് ആണ്, എന്നാലും എടുക്കണ്ടെന്നാണ് പറയണത് ഗൈസ്. കാസൽ ഒരു കുട്ടിയെ നന്നായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് ഗൈസ് ഇവൻ. നൈസ്, അതവൻ ഇഷ്ടമായി തോന്നുന്നു. സോ ഗൈസ്, നമുക്ക് ഇതാണ് സാധനങ്ങൾ കിട്ടിയേക്കണത്. നമുക്ക് ബോർഡും പിന്നെ സോയും ഉപയോഗിച്ച് നോക്കിയാലോ. വർക്കായി. സോയും ഉപയോഗിച്ച് നമുക്ക് അത് പീസസ് ആക്കിയിട്ട് നമുക്ക് അത് ഒട്ടിക്കാൻ പറ്റുമോ നോക്കാം. നെയിൽസ് വെച്ച് നമുക്ക് അപ്പോൾ ശരിയാക്കാമല്ലോ. നല്ല ഐഡിയ കേട്ടോ, നമുക്കത് ശരിയാക്കാൻ പറ്റി ഗൈസ്.
ചെക്കൻ നടന്നു പോകുന്നുണ്ട്. എന്തിനാണാവോ ഞാനൊന്നും ചെയ്യണില്ല, തന്നെ നടന്ന് അത് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. അതായത് നന്നായി, അവനിപ്പോൾ പെട്ടി ഉണ്ടാക്കി തോന്നുന്നു. ഇറ്റ്സ് നോട്ട് എക്സാക്ട്ലി എ മാസ്റ്റർ പീസ് ബട്ട് ഇറ്റ് വിൽ ഡു എന്ന് പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ബോക്സ് കിട്ടി ഗൈസ്. ഇതൊക്കെ മുട്ട വേണം. മുട്ട ഇപ്പോൾ ഏതിലുണ്ടാവുക? ഇതിൽ കോഴിയിൽ വെക്കാൻ പറ്റുമോ നോക്കാം. മുട്ട വേണമെന്ന് പറയണ്ട. എന്നാലും ബോക്സും പേനയും വർക്കാവില്ല. മുട്ട എവിടെ നിന്നാണ് കിട്ടാന്ന് ഞാൻ ആലോചിക്കണം. മുട്ട നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക? ചാർജ് പറഞ്ഞല്ലോ ഗൈസ്. അവിടെ മുട്ട എന്നാലും എവിടെ നിന്നാണ് കിട്ടാന്ന് ഞാൻ ആലോചിക്കണം ഗൈസ്. മുട്ട ഇനിയിപ്പോൾ നമുക്ക് ഇൻവെൻട്രിയിൽ ബോക്സും പേനയും വർക്കാവില്ല. ഇസ് ദാറ്റ് യൂസ്ഫുൾ, റിയലി യൂസ്ഫുൾ എന്നാണ് പറയണത്. സ്നാക്ക് ഉപയോഗിക്കാം ഗൈസ്. ഓ സ്നാക്കിൽ മുട്ടയുണ്ട്. ഓ അങ്ങനെ സ്നാക്കിൽ മുട്ട എടുത്തു ഗൈസ് അവൻ. അപ്പം ഇനി നമുക്ക് സ്നാക്കും പേനയും വെച്ചിട്ട് മുട്ടയും പേനയും വെച്ചിട്ട് നമുക്കത് ചെയ്യാമല്ലോ. ഓ സീൻ. അതിൽ പേര് എഴുതിച്ചിട്ടുണ്ടാവൻ ഗൈസ്. ഞങ്ങൾക്ക് അതെടുത്ത പെട്ടിയിൽ വയ്ക്കാം ഗൈസ്. ഓ ഈസിയാണ് ഗൈസ്. ഞാനത് അങ്ങനെ പ്രതീക്ഷയില്ല ഗൈസ്. നമുക്ക് മുട്ട സ്നാക്കിൽ നിന്ന് കിട്ടുന്ന ഞാൻ പ്രതീക്ഷയില്ല ഗൈസ്. ഓക്കെ, നമ്മൾ ആ പെട്ടിയിൽ വെച്ചു. ഇനി നമുക്ക് വേണമെങ്കിൽ ഹോളിലിടാം ഗൈസ്. റെഡി. യെസ്, സിമ്പിൾ പസിലായിരുന്നു ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു കളിക്കാൻ. ഓക്കെ, ഫസ്റ്റ് ലെവൽ കഴിഞ്ഞു തോന്നുന്നു. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കണം. നമ്മളെന്തായാലും ഇവിടം വരെ കളിക്കണത്. ഇതിൻ്റെ സപ്പോർട്ട് അനുസരിച്ച് ഞങ്ങൾക്ക് അടുത്ത പാർട്ട് വയ്ക്കാം ഗൈസ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ ഇരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ നെക്സ്റ്റ് പാർട്ടിനോട് സ്റ്റേ ട്യൂൺ ചെയ്യുക ഗൈസ്. പിന്നെ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം 10 എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് അടുത്ത പാർട്ട് ഇടാം ഗൈസ്. സോ ബൈ ഗൈസ്, ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.